ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ സ്ഥാനം, കിണറിൻ്റെ സ്ഥാനം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ നമ്മൾ കാണാൻ ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു വീട് വയ്ക്കുമ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമ്മളൊരു വാസ്തുമണ്ഡലം നിർമ്മിക്കണം. അതിന് വേണ്ടിയാണ് നമുക്ക് മിറ്റം തിരിക്കുക എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ വാസ്തുമണ്ഡലം നിർമ്മിക്കാൻ നമുക്ക് സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മഹാദിക്കുകളിലേക്കാണ് നമ്മൾ ഗ്രഹം പണിയുന്നത്. വിദിക്കിലേക്ക് നമ്മൾ ഗ്രഹം പണിയത്തില്ലെന്നും നമ്മൾ പറഞ്ഞു. കാരണം വിദിക്കെന്ന് പറയുമ്പോൾ നമ്മൾ മൂലസ്ഥാനങ്ങളിലേക്ക്, മഹാദിക്ക് തെക്കേ, കിഴക്കേ, വടക്കേ, പടിഞ്ഞാറെന്നുള്ള ദിക്കിലേക്കാണ് നമ്മൾ പൂമുഖവാതിൽ ക്രമീകരിച്ചുകൊണ്ട് ഗ്രഹം പണിയുന്നത്. അപ്പം നമ്മളൊരു വാസ്തുമണ്ഡലം നിർമ്മിക്കുമ്പോൾ നമ്മൾക്ക് ഏത് ദിശയിലോട്ടുള്ള ഗ്രഹമായാലും നമ്മൾ സാമാന്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇപ്പം കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ അളവിൽ നമ്മൾ വാസ്തുമണ്ഡലം അല്ലെങ്കിൽ മിറ്റം തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിഴക്ക് വശത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥലം ഇട്ടുകൊണ്ട് വേണം നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിക്കാൻ. പിന്നെ നമ്മൾ പ്രദക്ഷിണമായിട്ട് വേണം നമ്മൾ അതിൻ്റെ അളവുകൾ കുറച്ച് കൊണ്ടുവരാൻ. പ്രദക്ഷിണം എന്ന് വെച്ചാൽ കിഴക്കേ, തെക്കേ, പടിഞ്ഞാറ്, വടക്ക്. അപ്പം നമുക്ക് കിഴക്കിൻ്റെ അളവിൽ നിന്ന് കുറഞ്ഞ അളവായിരിക്കണം. പടിഞ്ഞാറ്, തെക്കും വടക്കും നമുക്ക് അളവ് കുറഞ്ഞും തിരിക്കാം, എന്ന് വെച്ചാൽ തുല്യമായിട്ടും ഇരിക്കാം, അതിന് പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് ദർശനമാകുമ്പോൾ പടിഞ്ഞാറ് അളവ് കൂടുതലും കിഴക്കളവ് കുറച്ചും തെക്കും വടക്കും നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് വാസ്തുമണ്ഡലം നിർമ്മിക്കണം. അപ്പോൾ ഈ വാസ്തുമണ്ഡലം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഏകയോനി കണക്കിലൊക്കെ നമ്മൾ വാസ്തുമണ്ഡലം നിർമ്മിക്കുന്നതിൽ വളരെ ഉത്തമമായിരിക്കും. അതിനൊരു കണക്കുണ്ട്. കണക്കനുസരിച്ച് നമ്മൾ നീളം വീതിയൊക്കെ നോക്കി നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു കണക്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു വാസ്തുമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് നോക്കിയപ്പം തെക്ക് വശത്താണ് നമുക്കൊരു വീട് ദർശനമായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ തെക്ക് വശത്തെ അളവ് കൂടുതലും, പടിഞ്ഞാറ് അതിൽ കുറവും, വടക്ക് അതിൽ കുറവും, കിഴക്ക് അതിൽ കുറവുമായിട്ടാണ് നമുക്ക് വേണം. ഇതാണ് പ്രദക്ഷിണമായിട്ട് അളവുകൾ കുറഞ്ഞു വരുന്നത്. പക്ഷേ നമുക്ക് തെക്ക് വശത്ത് സ്ഥലം കൂടുതലുണ്ട്, അതിൽ കുറഞ്ഞ അളവ് നമുക്ക് വടക്ക് വശത്തിടാം. പിന്നെ നമുക്ക് കിഴക്കും പടിഞ്ഞാറും അളവ് തുല്യമായിട്ടും വയ്ക്കാം. അങ്ങനെ നമുക്ക് മണ്ഡലം നിർമ്മിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളൊരു വീടാണെങ്കിൽ പടിഞ്ഞാറ് അളവ് കൂടുതലും, പിന്നെ അതിൽ കുറവ് വടക്കും, കിഴക്കും, തെക്കും അതിൽ ആനുപാതികമായിട്ടെന്ന് വെച്ചാൽ പ്രതിഷ്ഠിതമായിട്ട് ആനുപാതികമായിട്ട് വേണമെന്നാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ വടക്ക് ദർശനമാണെങ്കിൽ വടക്ക് കൂടുതലും, കിഴക്ക് കുറവും, തെക്ക് അതിൽ കുറവും, പടിഞ്ഞാറ് അതിൽ കുറവും എന്നാണ്. അപ്പോൾ നമ്മൾ സ്ഥലപരിമിതികൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പം വടക്കോട്ട് ദർശനമായിട്ടുള്ള ഗ്രഹം പണിയുമ്പോൾ വടക്ക് അളവ് കൂടുതലായിട്ടിടും, അതിൽ കുറഞ്ഞ അളവായിരിക്കണം നമ്മൾ തെക്ക് വശത്ത് ഉപയോഗിക്കേണ്ടത്. പിന്നെ കിഴക്കും പടിഞ്ഞാറും നമുക്ക് തുല്യ അളവ് നമുക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അളവുകൾ ക്രമീകരിച്ച് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു കണക്കിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏകയോനി കണക്കിലാണ് നമ്മൾ ഈ അളവുകളൊക്കെ നമ്മൾ എടുക്കുന്നത് ഉത്തമമായിട്ട് നമുക്ക് വരേണ്ടത്. പിന്നെ ഈ ഒരു കണക്ക് വരുമ്പോഴും നമുക്ക് ഗേറ്റിൻ്റെ ഒരു സ്ഥാനവും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പം ഗേറ്റിൻ്റെ സ്ഥാനമെന്ന് പറയുമ്പോൾ നമുക്ക് എവിടൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഗേറ്റ് വയ്ക്കാം എന്നതിനെപ്പറ്റി നമുക്ക് പറയാം. കാരണം എങ്ങനെയൊക്കെ തിരിച്ച് എങ്ങനെയൊക്കെ ഗേറ്റ് സ്ഥാപിക്കാം എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിറ്റം തിരിക്കുന്നതിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മളിതിൻ്റെ കണക്കുകളൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തമമായിട്ട് നമുക്കൊരു വാസ്തുമണ്ഡലം നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഗേറ്റിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത് നമുക്ക് ഒരു സാമാന്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ഇക്കാലത്ത് വാസ്തുപരമായിട്ട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് അറിവുകൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് നിർത്താം. നമസ്കാരം.